എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഈ ടീച്ചർമാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ യോഗങ്ങളിൽ പറയാറുള്ള ഒരു കാര്യമാണ്. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാനൊരു ഹാഫ് ടീച്ചറാണ്. ഇപ്പം അല്ലെങ്കിലും ഞാൻ കുറച്ച് കാലം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ കുറെ കൂടി എന്നെ സംബന്ധിച്ച് പ്രധാനമാണ്. അത് കുറച്ചുകൂടി ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് 15 വയസ്സുള്ള ഒരു മകളുണ്ട്. അവളിപ്പോൾ SSLC ഒക്കെ കഴിഞ്ഞിട്ട് 11ാം ക്ലാസ്സിൽ ചേരാൻ നിൽക്കാൻ. അപ്പം അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ അവളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ 10 കൊല്ലമായി. ഇനി കുറച്ച് കൊല്ലം കൂടിയും, എനിക്കറിയില്ല എത്ര കൊല്ലം എന്നുള്ളത്, അവളെ ഞാൻ ഈ ടീച്ചർമാരുടെ കയ്യിലേക്ക് തരികയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അവളെ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഉറപ്പല്ലേ, എൻ്റെ അതൊരു ഒരു വിഷയമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ടീച്ചർമാരെ ഇഷ്ടമാണ്, അവരോട് സംസാരിക്കാനും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് രാവിലെ ഇങ്ങനെ സംസാരിക്കാനാണ്, കുട്ടികളോടാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകള് പറഞ്ഞു, അച്ഛൻ അവിടെ ചെന്നിട്ട് ഒരുമാതിരി തന്ത വൈബ് ആവരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നാണ് എനിക്ക് ഒരുപാട് ടെക്നിക്കൽ ടേമുകൾ അറിയാവുന്ന എൻ്റെ വെപ്പ്. പക്ഷെ ഞാൻ ഈ തന്ത വൈബ് കേട്ടിട്ടില്ല. അപ്പൊ എന്നോട് അവള് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അച്ഛൻ ഒരുമാതിരി അമ്മട്ടിലാവരുതേ, പിള്ളേരൊക്കെ പുതിയ കാലത്തെ ആൾക്കാരായിരിക്കാം, അപ്പോ അവരുടെ അടുത്തൊന്നും പോയിട്ട് ഈ ഒരുപാട് പഴയ സിദ്ധാന്തങ്ങളൊന്നും വിളമ്പി ബോറടിപ്പിച്ച് കളയരുത് എന്നുള്ള അവളുടെ ആ ഒരു ഉത്തരവ് ശിരസ വഹിച്ചോണ്ടാണ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ മകള് എനിക്കൊരു ടെലസ്കോപ്പാണ്. ഞാൻ അവളെ കൂടെ ഒരു പുതിയ ലോകം കാണലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ വിശ്വസിച്ചോളെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് മടക്കി പോക്കറ്റിൽ ഇടണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും. നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ നിങ്ങളൊരു തന്ത വൈബോ തള്ള വൈബോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണമെങ്കിൽ, അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് കരുതിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ വേണ്ടത്ര ശരിയല്ല. തെറ്റാണെന്ന് ഞാൻ മുഴുവൻ പറയല്ല, വേണ്ടത്ര ശരിയല്ല, അത് കൂടെ കുറെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒരു പഴയ ഒരു സെൻ കഥയുണ്ട്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ട കഥയാണ്. ഒരു വലിയ സെൻ ഗുരു ഉണ്ടായിരുന്നു. സെൻ ബുദ്ധിസം അറിയാലോ. ഇപ്പൊ ഒരു വലിയ സെൻ ഗുരു ഉണ്ടായിരുന്ന പോലും, അങ്ങ് ഒരു വലിയ പണ്ഡിതനാണ്, ആൾക്കാരൊക്കെ പഠിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ശിഷ്യനാവാൻ വേണ്ടി ചെന്നു. അപ്പൊ ചെന്നപ്പോ ഇയാളിങ്ങനെ കെറ്റിൽ നിന്ന് ഇങ്ങനെ കപ്പിലേക്ക് ചായ ഒഴിക്കാൻ, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഈ ചായ അങ്ങനെ നിറഞ്ഞ് കപ്പ് നിറഞ്ഞു വന്നു. ഈ കപ്പ് തുളുമ്പി ചായ പുറത്തേക്ക് പോയി. അപ്പോൾ ഇയാൾ നിർത്തുന്നില്ല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ, ഇയാൾ എന്തൊരു മണ്ടനാണ്, ഇയാളാണ് വലിയ പണ്ഡിതൻ, ഒരു ചായക്കപ്പ് കറക്റ്റായിട്ട് ഒഴിക്കാൻ പോലും അറിയാത്ത നമ്മളങ്ങനെയല്ലോ. നമ്മൾ വേഗം മാർക്കിടും. അങ്ങനെയാ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും മാർക്കിട്ട് കളയും, എല്ലാത്തിനും മാർക്കിടും. നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് ഒന്നിനും ജഡ്ജ് ചെയ്യരുത്, ഒന്നിനും മാർക്കിടരുത്. നമ്മളതിനെ മനസ്സിലാക്കാൻ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് മാർക്കിടാൻ നമ്മൾ ആരാണ്? നിങ്ങൾക്ക് മാർക്കിടാൻ ഞാൻ ആരാണ്? പക്ഷെ നമ്മൾ മാർക്കിട്ട് കളയാം. അപ്പൊ ഇയാൾ പെട്ടെന്ന് തന്നെ മാർക്കിട്ടു. ഇയാൾ എന്തൊരു മണ്ടനാണ്, പാസ് മാർക്ക് പോലും കൊടുത്തില്ല, ചായ ഇങ്ങനെ തുളുമ്പി പോവാണ്. കുറച്ച് കഴിഞ്ഞ് ഇയാൾക്ക് സഹിച്ചില്ല ഈ ചെറുപ്പക്കാരൻ. അയാൾ പറഞ്ഞു, സാറേ ചായ അല്ല എന്താ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഇങ്ങോരൊന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ ചായ ഒഴിക്കുന്നു, ചായ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഗുരു പറഞ്ഞു, നീ എന്തിനു വന്നതാണെന്ന് ചോദിച്ചു. പഠിക്കാൻ വന്നതാ. അപ്പോഴേക്ക് ഇയാൾ ഫെഡപ്പായി. ഈ ജാതി കിളവന്മാരുടെ നിന്ന് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ഇയാളങ്ങനെ നിരാശപ്പെട്ടു. അപ്പൊ ഗുരു പറഞ്ഞു, വലിയൊരു പാഠം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊരു പാഠാണ്. ഇയാളെ ഞെട്ടിപ്പോയി. അതെന്ത് പാഠാണ്? എന്താ പാഠം? നോക്കൂ, നിങ്ങൾക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു കപ്പില് പുതിയ ചായ ഒഴിക്കാൻ കഴിയില്ല. പഠിയോ? അതേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചൂടുള്ള പുതിയ ചായ കുടിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ അതിന് കുറച്ച് ഒഴിച്ച് കളയണം,
അപ്പൊ അത്രയും ചൂടുള്ളത് നിങ്ങൾക്ക് പുതിയത് ആഡ് ചെയ്യാം. നിങ്ങൾ പകുതി തണുത്തത് ഒഴിച്ചു കളഞ്ഞാലോ, പകുതി ചൂടുള്ളത് ആഡ് ചെയ്യാം. നിങ്ങളുടെ കപ്പ് മുഴുവൻ ഒഴിച്ചു കളഞ്ഞാലാണ് നിങ്ങൾക്ക് മുഴുവൻ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ചായ കുടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് തലച്ചോറും ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ ബോധങ്ങളും അറിവുകളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ ഓൾറെഡി എല്ലാം കൊണ്ട് ഫില്ലയച്ച പിന്നെ പുതിയതൊന്നുമില്ല കേട്ടോ. പലപ്പോഴും ഇങ്ങനെ നമ്മൾ പരിചയ പിടിക്കും. ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാ വരിക. ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഒന്നും ഇടില്ല, മുടി കേടി വരും. അപ്പൊ അതിങ്ങനെ പിന്നെ 1500 2500 കൊടുത്തിട്ടാണല്ലോ മുടിയൊക്കെ ഷേപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഹെൽമെറ്റ് വെച്ചാൽ കേടാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളൊരു ആശയം തലയിലേക്ക് വരുമ്പോൾ ഉടൻ ഹെൽമെറ്റ് എടുത്ത് ഇടും, അതിനെ തടുക്കും. അതുകൊണ്ട് എന്താ പറ്റുകയെന്ന് വെച്ചാല് പലരെ സംബന്ധിച്ചും ഈ തണുത്ത ആറിയ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ മനസ്സിലാക്കുന്നില്ല പുതിയ ചായയൊക്കെ ഉണ്ട്, മാർക്കറ്റിൽ ഉണ്ട്. നിങ്ങൾ അത് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഉള്ളത് കുറെ ഒഴിവാക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം. അത് ഞാൻ ഈ ക്ലാസിന്റെ ഒരു കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്. നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടാവുള്ളൂ, നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, വേറൊരാളുടെ മുമ്പിൽ നമുക്കൊരു പ്രാധാന്യം ഉണ്ടാവില്ല. നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, പക്ഷെ മറ്റത് ഉണ്ടാവില്ല.